ഈ കവരെന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇംഗ്ലീഷിൽ ബയോലൂമിനിസെൻസ്, ഒരു തരം മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് മൂലം വെള്ളം ഗ്ലോ ചെയ്യുന്ന പ്രതിഭാസം. കരുനാഗപ്പള്ളിയിൽ കവര് വന്ന വെള്ളനാതുരത്ത് ബീച്ചിലേക്കാണ് ഞാനും അബിയും യുവിക്കുട്ടനും കൂടി ഇന്ന് പോകുന്നത്. കവര് വന്നത് പണ്ടാണ് കേട്ടോ, ഇപ്പോഴല്ലേ. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്നോർത്താണ് അഴീക്കൽ ബീച്ചിൽ പോവാതെ നേരെ ഇങ്ങോട്ട്. പക്ഷേ ഇവിടം ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 2-3 കടകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ചപ്പും ചവറും അങ്ങിങ്ങായി ചിതറി കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് വൃത്തിയാക്കി എടുത്താൽ ഒരു നല്ല സ്പോട്ട് ആകാൻ എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ബീച്ചാണ്. കുറെ അധികം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ലൈറ്റ് പോകുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പിക്സ് എടുക്കാൻ വേണ്ടി കുറെ പാടുപെട്ടു. യുവിക്കുട്ടന്റെ രണ്ടാമത്തെ ബീച്ച് എക്സ്പീരിയൻസ് ആണ്. പുള്ളിക്കാരന് ബീച്ച് വൈബ് അങ്ങ് പിടിച്ചു പോയെന്നാ തോന്നുന്നത്. ഞങ്ങൾ യുവിയുടെ പേര് എഴുതി വെച്ച് കടൽ അത് മായ്ക്കുമോ നോക്കി കുറെ നേരം നിന്ന് കടലമ്മേ വെല്ലുവിളിക്ക് വരെ ചെയ്തിട്ട് ഒരു ഗുണം ഉണ്ടായില്ല കേട്ടോ. കാർമേഘം ഉണ്ടായിരുന്നുകൊണ്ട് സൺസെറ്റും കാണാൻ പറ്റും. അവസാനം മാനത്ത് പറക്കുന്ന കുറച്ച് കാക്കകളെയും കണ്ട് ഒരു പാനിപൂരി വാങ്ങി കഴിച്ച് ഞങ്ങൾ യാത്രയായി. പോകും വഴി ഞങ്ങൾക്ക് ലെൻസ് കാർട്ടിൽ കയറി നേരത്തെ ഓർഡർ കൊടുത്തിരുന്ന എന്റെ 2 ഗ്ലാസസ് വാങ്ങിക്കാറുണ്ടായിരുന്നു. ലെൻസ് കാർട്ടിൽ ഇപ്പോൾ ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും UPI ആപ്പ് വഴി നമുക്ക് ലെൻസ് കാർട്ട് മെമ്പർഷിപ്പ് കൂപ്പൺ കിട്ടുവാണെങ്കിൽ അത് റെഡീം ചെയ്തിട്ട് 49 രൂപ അടച്ചാൽ നമുക്ക് ബൈ 1 ഗെറ്റ് 1 ഓഫർ ഫ്രീ കിട്ടുന്നതായിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് പോകും വഴി അബി പറഞ്ഞു, ഇന്നത്തെ ഡിന്നർ ഒരു ബർഗർ ആയാലോ? അത് കേൾക്കേണ്ട താമസം. ഞാൻ പറഞ്ഞു, എന്നാ വിടടാ വണ്ടി മക്ഡിയിലേക്ക്. ഇവിടുത്തെ മക്ഡി ഡ്രൈവ് ത്രൂ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ തൊട്ട് പിക്കപ്പ് വരെ കാറിലിരുന്ന് തന്നെ ഇങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളേ. സാധനം കിട്ടി പാർക്കിംഗ് സ്ലോട്ടിൽ ഇരുന്ന് കഴിക്കാമെന്ന് ആദ്യം വെച്ചെങ്കിലും യുവിക്കുട്ടൻ കുറച്ച് സീനായിരുന്നതുകൊണ്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് പിന്നീട് വെച്ചു. കണ്ടോ, അവന്റെ നോട്ടം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ തല്ല എന്റെ ഫ്രണ്ട് ഇരുന്നത് കഴിക്കാൻ എന്നാണ് അവൻ പറയാതെ പറയുന്നത്. പാവം യുവിക്കുട്ടനല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ബർഗർ കഴിച്ചു, നിർവൃതി അണഞ്ഞു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.